ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി പനമ്പിള്ളി നഗർ 50-ാം ഡിവിഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പത്മജ എസ് മേനോനാണ്. കുടിവെള്ള മാലിന്യ പ്രശ്നമാണ് പ്രധാനമായും അവർ ഉയർത്തിക്കാട്ടുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗത്തിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള രൂപരേഖ പത്മജ എസ് മേനോൻ കേരള പ്രണാമത്തോട് പങ്കുവച്ചു. പനമ്പിള്ളി നഗറിൽ ഞങ്ങളിവിടെ വരുമ്പോൾ ശരിക്കും സുന്ദരമായൊരു സ്ഥലമായിരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ പേരണ്ടൂർ കനാലൊക്കെ നല്ല ഭംഗിയുള്ള വെള്ളം, നല്ല അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോൾ വന്ന് പനമ്പിള്ളി നരകം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. രാത്രി പേരണ്ടൂർ കനാലിൽ വെള്ളം കയറുമ്പോൾ ക്ലോസറ്റിലൊക്കെ വെള്ളം വന്ന് നിറയുകയാണ്. ചുറ്റുമുള്ള വീടുകളൊക്കെ ഒന്നുമില്ലെങ്കിൽ പൊക്കുകയോ അല്ലെങ്കിൽ അത് പൊളിച്ച് പണിയുകയോ ചെയ്തു. ഇതൊക്കെ ഒരു തരം ലാൻഡ് മാഫിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാഫിയല്ലേ? ഞാൻ എറണാകുളം സൗത്തിലെ സിറ്റിംഗ് കൗൺസിലറാണ്. ഞാൻ ആദ്യം കണ്ടുപിടിച്ചത് എന്താണ് പ്രശ്നമെന്ന് IIT എന്നൊരു ടീമിൽ വന്ന് നോക്കി. അപ്പോൾ അവിടെ പറഞ്ഞത് റെയിൽവേ കൾവേർട്ട് ക്ലീൻ ചെയ്തിട്ട് 40 വർഷമായി. 40 വർഷം അവിടെ BJP അല്ല ഭരിച്ചിരുന്നത്, വേറെ ആൾക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. അവർക്ക് അവിടെ നിന്ന് അവരുടെ ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പോലും അവിടെ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഹരിബാബു എന്ന് പറഞ്ഞ ചീഫ് എഞ്ചിനീയർ വന്ന് നിന്ന് കൾവേർട്ട് ക്ലീൻ ചെയ്തപ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളക്കെട്ടില്ല. എൻ്റെ അടുത്തുണ്ട് സാനു മാസ്റ്റർ വീടിൻ്റെ മുമ്പിൽ മുട്ടറ്റം വെള്ളത്തിൽ ഞാൻ റെയിൻകോട്ടും ഇതൊക്കെ ബൂട്ട്സൊക്കെ ഇട്ട് നിൽക്കുന്ന പടമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ബൂട്ട്സ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ മഞ്ജുള ചേലൂറാണോ ചേലാട്ട് എനിക്ക് ഓർമ്മയില്ല, നമ്മളുടെ ഹൈക്കോർട്ട് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ മാഡം പറയുന്നത് പനമ്പിള്ളി നഗർ പോലൊരു സ്ഥലത്ത് സീവേജിനും വേറൊരു ലൈനില്ലേ, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാനില്ലേ? എനിക്ക് അറപ്പ് തോന്നുന്നു ഞാൻ ഇവിടം വിട്ട് പോവുകയാണെന്ന്. നോക്കൂ, അമൃത് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ധാരാളം ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിൽ പഴകിയ തുരുമ്പിച്ച പൈപ്പുകൾ എല്ലാം മാറ്റി PVC പൈപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാ ഡ്രിങ്കിങ് വാട്ടർ ലൈനും കാനകൾക്കുള്ളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ കാനയിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കലർന്നിട്ട് ആ വെള്ളമാണ് ശുദ്ധജലമെന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്നത്. ഈ കോളൻ റേറ്റ് ഒന്നും നിങ്ങൾ അറിയേണ്ടതാണ്. ബോധം കെട്ട് വീണു പോകും. അങ്ങനെ ഒരു നരകത്തിൽ താമസിക്കുന്ന ആളുകളാണ് പനമ്പിള്ളി നഗറിൽ. റോഡുകൾ ആവശ്യം പോലെ പൊക്കുക, താഴ്ത്തുക, വീടുകളൊക്കെ കുണ്ടും കുഴിയിലാക്കുക. എൻ്റെ ഓപ്പോസിറ്റ് വീട് നോക്കൂ, ഞങ്ങൾ ഏറ്റവും അവസാനം വെച്ച് വീടായത് കാരണം ഇത്തിരിയും കൂടെ പൊക്ക ഇപ്പം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളും കുഴിയിൽ പോകേണ്ടതാണ്. പ്രായമായ അച്ഛനമ്മമാർ പറയാണ്, എങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്? ഞങ്ങളിനി വീട് പൊക്കാൻ വേണ്ടി 1 കോടി രൂപ ചിലവാക്കിയാൽ ഞങ്ങളുടെ പെൻഷൻ ഫണ്ടും കാര്യങ്ങളും കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അമിത് ഷാജിയാണ്. അവിടെ നിന്ന് ഒരു എക്സ്പേർട്ട് ടീമിനെ കൊണ്ടുവന്ന് പനമ്പിള്ളി നഗർ എന്ന് പറയുമ്പോൾ വിദ്യാനഗറും കൂടെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഡിവിഷൻ്റെ പേര് പനമ്പിള്ളി നഗർ ആണെന്നേ ഉള്ളൂ. കൊണ്ടുവന്ന് ഇത് മുഴുവനും കംപ്ലീറ്റ് സർവേ നടത്തും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കനാലിൻ്റെ കണക്ടിവിറ്റി ശരിയാക്കി, ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് ഒന്നും ബ്രേക്കും ആക്കിയിട്ടില്ല, ഒന്നും ത്രൂ ആക്കിയിട്ടില്ല. മെയിൻ ഡിവിഷൻ്റെ കൗൺസിലർ എന്ന നിലയിൽ എനിക്കറിയാം ഒരു ഗാനങ്ങളും തമ്മിൽ കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ അത് ആദ്യം ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരും. സർബാനന്ദ് സോനോവാൾജി, മിനിസ്റ്റർ ഫോർ ഇൻലാൻഡ് നാവിഗേഷൻ, പോർട്രസ്, ഷിപ്പിംഗ് അങ്ങനെയുള്ള മിനിസ്റ്ററാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ കണ്ടപ്പോൾ ഒരു ഷിപ്പ് നമ്മുടെ കെട്ടുവള്ളമാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു ബി ആ ഗാർഡിയൻ ഏഞ്ചൽ, ഞങ്ങൾക്ക് ഇതുപോലെ ഈ വഞ്ചിയിൽ കയറി പോകാൻ ഒരു ചാൻസ് ഉണ്ടാക്കണം തേവര പെരണ്ടൂർ കനാലിൽ കൂടെ, അല്ലെങ്കിൽ നോവയുടെ പേടകന്ന് കെട്ടിയിട്ടില്ല. അവസാനം ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ആ പേടകത്തിൽ കയറിയിരുന്നില്ലേ, അതുപോലെ ഞങ്ങളും ഇവിടുന്ന് അറബിക്കടലിലേക്ക് ഒലിച്ചു പോകേണ്ടി വരുന്നു. ധാരാളം കാര്യങ്ങൾ. റോഡുകൾ നോക്കുന്നത് നിതിൻ ഗഡ്കരി സാറാണ്. അവിടെ ഒരു ആപ്ലിക്കേഷൻ വച്ചാൽ അവിടെ നിന്ന് കിട്ടും. മാസത്തിൽ ഒരിക്കൽ ഡൽഹിയിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായ ശ്രദ്ധയുള്ള ഇന്ത്യയിലെ മികച്ച വനിതാ ജേർണലിസ്റ്റിൻ്റെ അവാർഡ് മേടിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് ഒന്നിനെയും പേടിയില്ല. LTT മിൽട്ടൺസിനെ അവരുടെ ഹൈഡ് ഔട്ടിൽ പോയി കണ്ട ആളാണ്. പിന്നെ ഈ പ്രായത്തിൽ ഞാൻ ആരെ പേടിക്കാനാണ്? 2 മണിവരെ എൻ്റെ മെയിൻ ഡിവിഷനിൽ ഞാൻ കറയും കൊടുക്കുക. അവിടെ നർക്കോട്ടിക്സ് ഉണ്ട്, പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എല്ലാ തരത്തിലും പിടിച്ചു പറയുന്നുണ്ട്. പോലീസുകാരെന്നോട് പറയും, മാഡം ഒന്ന് വീട്ടിൽ പോകാമോ എന്ന്. ഞാൻ നിങ്ങൾ പോയിക്കോളൂ, ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യവും ഞാൻ സമ്മതിക്കില്ല. കൈക്കൂലി ഒന്നും മേടിക്കില്ല. മേയർ തന്നെ പലപ്പോഴും കൗൺസിലിൽ പറയാറുണ്ട്, കൈക്കൂലി മേടിക്കാത്ത വളരെ ചുരുക്കം കൗൺസിലർമാരിൽ ഒരാളാണ് പത്മജ എസ് മേനോൻ. അത് അഭിമാനത്തോടു കൂടിയാണ് ഞാനത് കേട്ടുകൊണ്ടിരിക്കാറ്. മറ്റൊരു കാര്യം, പനമ്പിള്ളി നഗറിൽ ധാരാളം ഈ പാർക്കുകളും
സ്ഥലങ്ങളും മറ്റുമുണ്ട്. അതൊന്നും തന്നെ റിനോവേറ്റ് ചെയ്യുകയോ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിലോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന അവസ്ഥയിലോ ഒന്നും ആക്കിയിട്ടില്ല. അതൊക്കെ ആയിരിക്കും എൻ്റെ ഏറ്റവും വലിയ പരിഗണനയിൽ വരാൻ പോകുന്നത്. വ്യായാമ കേന്ദ്രങ്ങൾ, അതുപോലെ പകൽ വീടുകൾ, സ്ത്രീകൾക്കൊരു കൈത്തൊഴിൽ ചെയ്ത് ദിവസം ഒരു 400-500 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന കൈത്തൊഴിൽ. നമ്മൾ എല്ലാവരും വിചാരിക്കും പിക്കിള്, അതൊന്നുമല്ല. മഷ്റൂം കൾട്ടിവേഷൻ, മ്യൂറൽ പെയിൻറ്റിങ്, കാശ് വരുന്ന കാര്യങ്ങൾ ധാരാളം സ്ത്രീകൾക്കായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എൻ്റെ ഡിവിഷനിൽ ഞാൻ നടപ്പാക്കിയതാണ് എല്ലാവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം. 10 കമ്പ്യൂട്ടർ നിരത്തി വെച്ച ഒരു വലിയ ഹാളുണ്ടായിരുന്നു. വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും പഠിക്കാം. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു, ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, പെയിൻറ്റിങ് ക്ലാസ് ഉണ്ടായിരുന്നു, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ അച്ഛൻ മോളോടൊപ്പം ഇരുന്ന് പാട്ട് പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഞാനും പഠിച്ചോട്ടെ, കുഴപ്പമുണ്ടാകുമായിരുന്നു. മോസ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന കലകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടെ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. എനിക്ക് പറയാനുള്ളത്, ഞാൻ സെൻട്രൽ ഗവൺമെൻറ് നോമിനി ടു കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡായിരുന്നു. ഞാൻ പോകുന്ന മീറ്റിങ്ങിലൊക്കെ തന്നെ മിനിസ്റ്റർമാരും ഉദ്യോഗസ്ഥരും പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ടാക്സ് മണിയാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് വരെ ഞാൻ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഒരാവശ്യത്തിന് നിങ്ങൾ ചോദിക്കൂ, എത്ര കോടി രൂപയും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അവിടെ നിന്ന് തരും. പക്ഷേ ഇവിടെയുള്ള 2 മുന്നണികളും ഇന്ത്യ മുന്നണി ചോദിക്കില്ല. ചോദിച്ചാൽ അത് BJP എന്ന് വരും. BJPയുടെ കാശല്ല, അവർ പറയുന്ന ജനങ്ങളുടെ കാശാണ്, ജനങ്ങളുടെ ടാക്സാണ്. നിങ്ങൾ എന്തിനൊരു ഓഫീസറെ സാർ എന്ന് വിളിക്കണം? ഹീസ് ടേക്കിംഗ് ഹോം. നിങ്ങൾ കൊടുത്ത പൈസയാണ് അദ്ദേഹത്തിൻ്റെ സാലറി ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എന്തിനാണ് സാർ എന്ന് വിളിക്കണം? നിങ്ങളെ വേണം മാഡം എന്ന് വിളിക്കാൻ. അങ്ങനെ ഒരു ഗവൺമെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന 5 വർഷം കൊണ്ട് പനമ്പള്ളി നഗറിനെ സ്വർഗമാക്കി മാറ്റുവാനായിട്ട് എനിക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വിലയേറിയ നിങ്ങളുടെ സമ്മതിദാനാവകാശം താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ നിങ്ങളുടെ കൗൺസിലറാക്കാം. ഞാൻ പനമ്പള്ളി നഗർ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 3.5 കൊല്ലം മാത്രമേ കഴിഞ്ഞ ഡിവിഷനിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഇലക്ഷൻ ജയിച്ചാണ്. ആ സമയത്തിനുള്ളിൽ എന്തൊക്കെയാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്? അവിടെ ഒരു നല്ലൊരു സ്ഥലമാക്കി. ഞങ്ങൾക്കൊരു അങ്കണവാടി ഉണ്ടായിരുന്നില്ല. 40 വർഷം കോൺഗ്രസ് ഭരിച്ചൊരു ഡിവിഷനാണ്. ഒരു ഡെപ്യൂട്ടി മേയർ വരെ ഉണ്ടായിരുന്നു, ഒരു അങ്കണവാടി ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ. ഒരു ADS ഹാൾ നിർബന്ധമാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു വലിയൊരു ഉപഹാരം തരികയും എന്നെ വാട്ടർ മെട്രോയിൽ കയറി ഫോർട്ട് കൊച്ചി കൊണ്ടുപോയി ഇതാക്കുകയും പറയുമ്പോൾ അവരൊക്കെ CPM-കാരാണെന്ന് പറയാം. അൾസൈമേഴ്സ് ഹോം, കുട്ടികൾക്ക് പേടിയാണ്, ഇത്തിരി ഓർമ്മ ശക്തി കുറവുള്ള അച്ഛനമ്മമാരെ വീട്ടിലാക്കിയിട്ട് പോകാനായിട്ട് അവരൊരു പകൽ വീട് പോലെ. പിന്നെ ഞങ്ങൾക്ക് ഇത് തന്നില്ല, എന്താണ് പൊതുജന ആരോഗ്യ കേന്ദ്രം, വെൽനസ് സെൻറ്റർ തന്നില്ല. കാരണം ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ജനറൽ ഹോസ്പിറ്റലിൽ ചെറിയ മൂക്കടപ്പിന് വേണ്ടി നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ വെൽനസ് സെൻറ്റർ ഞങ്ങൾ അവിടെ തുടങ്ങുന്നുണ്ട്. റോട്ടറിയുടെ സഹായത്തോടു കൂടി ധാരാളം വോളണ്ടിയർ ഓർഗനൈസേഷൻസ് സഹായിക്കാറുണ്ട്. ധാരാളം CSR ഫണ്ടുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ പ്രദേശം മുഴുവനും ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കും. അതെൻ്റെ വാക്കാണ്, അത് ആവശ്യമാണ്. അത്രമാത്രം ഇവിടെ ഹൂളിഗാനിസം നടക്കുന്നുണ്ട്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ. അപ്പോൾ പനമ്പള്ളി നഗറിൻ്റെ വികസനത്തിനായിട്ട് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പത്മജായസ് മേനോൻ എന്നെ വിജയിപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് വിദ്യാനഗർ, പനമ്പള്ളി നഗർ ഡിവിഷനെ ഭൂമിയിലെ ഒരു സ്വർഗമാക്കി മാറ്റാമെന്ന് ഉറപ്പ് നൽകുന്നു.